കേരള അസംബ്ലി ഇലക്ഷൻ 2026 രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. വീഡിയോ 8. പോലീസ് മർദ്ദനം ഇല്ലാതാക്കൽ. പോലീസ് സ്റ്റേഷനുകളിൽ CCTV. പോലീസുകാരെ ആക്രമിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും പോലീസുകാർ ആക്രമിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും ശിക്ഷ നൽകൽ. സർക്കാർ ഓഫീസുകളിൽ സെക്യൂരിറ്റി പരിമിതപ്പെടുത്തൽ. കോടതികൾ വിധി നൽകാനുള്ള സമയം നിർണ്ണയിക്കൽ. രാഷ്ട്രീയ തസ്തികകളുടെ ജോലി പെൻഷൻ. സർക്കാർ ശമ്പളം നൽകുന്ന തസ്തികകളിലേക്ക് നിയമനം PSC വഴി. രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിൽ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് ബാലറ്റ് വഴി മുതലായവ. ഇവയുടെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 8ാം ഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 16 വീഡിയോകൾ കൂടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കേരള അസംബ്ലി 67 ആശുപത്രിയിലോ വക്കീലന്മാരുടെ സമീപത്തോ വരുന്ന ആളുകൾക്ക് പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നു അവർ പറയുകയോ ഡോക്ടർക്കോ വക്കീലിനോ തോന്നുകയോ ചെയ്താൽ കേസ് എടുക്കാൻ അവർ അടുത്ത പോലീസ് സ്റ്റേഷനിലും ജില്ലാ മെഡിക്കൽ ഓഫീസിലും ജില്ലാ പോലീസ് ഓഫീസിലും അറിയിക്കണമെന്നും വിവരം കിട്ടി 1 ദിവസത്തിനകം വിവരം ലഭിച്ചവർ നടപടി എടുക്കണമെന്നും നിയമം ഉണ്ടാക്കുകയും ഇങ്ങനെ ചെയ്യാത്തവരെ ശിക്ഷിക്കാനുള്ള നിയമം പോലീസ് സ്റ്റേഷന്റെയും അകത്തുള്ള എല്ലായിടങ്ങളിലും പരിസരങ്ങളിലും ഡ്യൂട്ടി സ്ഥലങ്ങളിലും ഡ്യൂട്ടി വാഹനങ്ങൾക്കു അകത്തും പുറത്തും CCTV സ്ഥാപിക്കുകയും സംശയചിത്രങ്ങൾ 24 മണിക്കൂറിനകം ജില്ലാ അധികാരിക്ക് അയക്കാൻ സംവിധാനം ഒരുക്കുകയും സംശയ ദൃശ്യങ്ങൾ ജില്ലാ അധികാരി 24 മണിക്കൂറിനകം പരിശോധിച്ച് കേസ് എടുക്കുകയും 14 ദിവസത്തിനകം കുറ്റക്കാരെ ശിക്ഷിക്കുകയും BNS പ്രകാരം കേസ് ചാർജ് ചെയ്യുകയും ചെയ്യണമെന്ന് നിയമം ഉണ്ടാക്കി നടപ്പിലാക്കുക. ഈ സ്ഥലങ്ങളിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ജനങ്ങളുമായി പോകേണ്ടി വന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ഥലങ്ങൾ മേലധികാരിയെ അന്ന് തന്നെ അറിയിച്ചിരിക്കണമെന്നും നിയമം ഉണ്ടാക്കി നടപ്പിൽ വരുത്തുക. 69 പോലീസുകാരെ ആക്രമിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും പോലീസുകാർ ആക്രമിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും കുറ്റക്കാർക്ക് എതിരെ പരാതി നൽകാനും അതിൽ 24 മണിക്കൂറിനകം കേസ് എടുത്തു 14 ദിവസത്തിനകം കോടതിയിൽ കേസ് ചാർജ് ചെയ്യാനും നിഷ്കർഷിക്കുന്ന നിയമം കൊണ്ടുവന്നു നടപ്പിലാക്കുക. 70 പോലീസ് സ്റ്റേഷനുകളിൽ ഓഫീസുകളിൽ സെക്യൂരിറ്റിക്ക് 2 പോലീസുകാർ മാത്രമായി പരിമിതപ്പെടുത്തുക. അവിടെ അക്രമം ഉണ്ടായാൽ BNS പ്രകാരം 24 മണിക്കൂറിനകം കേസ് എടുത്തു 14 ദിവസത്തിനകം കോടതിയിൽ കേസ് ചാർജ് ചെയ്യുക. 72 കോടതിയിൽ കേസുകളിൽ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് സമയപരിധി ഏർപ്പെടുത്തും. 73 രാഷ്ട്രീയ തസ്തികകൾക്കു ആ തസ്തികയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിന്റെ തൊട്ടുമുകളിലുള്ള ഇൻക്രിമെന്റ് ചേർത്തുള്ള ശമ്പളം നൽകുകയും തെരഞ്ഞെടുക്കപ്പെട്ട തസ്തികയുടെ കാലാവധി പൂർത്തീകരിച്ചാൽ തത്തുല്യമായ ശമ്പളം സ്വീകരിക്കുന്ന ജീവനക്കാരുടെ മിനിമം പെൻഷന്റെ 1/5 നൽകുകയും ചെയ്യും. 74 നയതന്ത്ര പ്രതിനിധികൾക്കും രാഷ്ട്രതലവന്മാർക്കും സിവിൽ ക്രിമിനൽ നിയമങ്ങളിൽ നിന്നുള്ള ഇളവ് നിർത്തലാക്കും. 75 സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് ശമ്പളം നൽകുന്ന എല്ലാ തസ്തികകളിലും നിയമനം PSC വഴി മാത്രം ആക്കുക. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ 10% തസ്തികകളിൽ മാത്രം നിയമനം നടത്താൻ മാനേജ്മെന്റിനെ അനുവദിക്കുക. അവർ പ്രത്യേക മത്സര പരീക്ഷ വച്ചു നിയമനങ്ങൾ നടത്തുന്ന നിയമനങ്ങൾക്ക് പണം വാങ്ങിയിട്ടില്ല. രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിൽ നേതൃതസ്തികകളിൽ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ ആവണമെന്നു ബോധ്യപ്പെടുത്താൻ വ്യാപക പ്രചാരണം നടത്തുകയും അതു അങ്ങനെ ആണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ നടത്തുക.